സമാധാനത്തിൻ ദൂതുമായി ഒലിവിലമീടിയ ഇവിടെ തിരുവചനധ്യാനങ്ങളാൽ നിറയുന്നു ഈ അന്തരീക്ഷം. സ്നേഹത്തിൻ സാന്ത്വനമേകാൻ, ദൈവകൃപയിൽ വളരാൻ സ്വാഗതമോതുന്നു ഞങ്ങൾ ഒലിവില മീഡിയയിലേക്ക്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വലിയ നോമ്പിലെ 34-ാം ദിവസമായി ഇന്ന് നാം ധ്യാനിക്കുന്നത് ക്രൂശിലെ സ്നാനത്തെക്കുറിച്ചാണ്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 52 വരെയുള്ള വേദഭാഗത്ത് 2 സംഭവങ്ങളുടെ വിവരണമാണുള്ളത്. സെബദി പുത്രന്മാരും യേശുവുമായുള്ള സംഭാഷണവും ബർത്തിമായി എന്ന കുരുടന്റെ സൗഖ്യവും. യേശുവും ശിഷ്യന്മാരും യെരുശലേമിലേക്കുള്ള യാത്രയിലാണ്. തനിക്ക് യെരുശലേമിൽ ഏൽക്കേണ്ടി വരുന്ന പീഡാസഹനങ്ങളെയും മഹത്വീകരണത്തെയും കുറിച്ച് ശിഷ്യന്മാരോട് 3-ാം പ്രാവശ്യം യേശു പറയുന്നത് 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. ഈ സന്ദർഭത്തിൽ സെബദി മക്കളായ യാക്കോബും യോഹന്നാനും ഒരാവശ്യവുമായി എത്തുന്നു. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം എന്നതാണ് യേശുവിന്റെ ചോദ്യം. അവരുടെ ആവശ്യം യേശു മഹത്വം പ്രാപിച്ചു വരുമ്പോൾ അവരിൽ ഒരുവൻ ഇടത്തും ഒരുവൻ വലത്തും ഇരിക്കുവാനുള്ള വരം നൽകണം എന്നുള്ളതാണ്. അവരുടെ ചിന്തയിൽ അതൊരിക്കലും അതിമോഹമല്ല. കാരണം യേശുവിന്റെ ആദ്യ ശിഷ്യന്മാരിൽ 2 പേരാണവർ. മാത്രമല്ല, ബാക്കിയുള്ളവർ വലയും വള്ളവും ഒക്കെ വിട്ടു വന്നപ്പോൾ അതിനോടൊപ്പം അപ്പനായ സെബദിയെയും കൂടെ വിട്ട് യേശുവിനെ അനുഗമിച്ച സഹോദരങ്ങളാണ്. ആ സ്ഥാനത്തിന് തങ്ങളെക്കാൾ യോഗ്യരായി ആരുണ്ട് എന്ന് ചിന്തിച്ചാൽ തെറ്റു പറയാനാവില്ല. അവർ ചോദിക്കുന്നതിന്റെ സാങ്കത്യം അവർക്ക് തന്നെ അറിവില്ല എന്നതാണ് കർത്താവിന്റെ മറുപടി. തന്റെ കൂടെ നടന്നവർ, സ്നേഹിതരെന്ന് വിളിച്ചവർ, 12 ശിഷ്യന്മാരിൽ നിന്നും കൂടെ ചേർത്ത് നിർത്തിയ 3 പേരായിരുന്നു പത്രോസും യാക്കോബും യോഹന്നാനും. എന്നാൽ തന്നെ മനസ്സിലാക്കുന്നതിൽ അവർ പരാജയപ്പെട്ടോ എന്ന ചിന്ത ആ ഗുരുവിന്റെ മനസ്സിനെ മുറിവേൽപ്പിച്ചിരിക്കാം. കാരണം 1-ാം പ്രാവശ്യം താൻ സഹനങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പോൾ പത്രോസ് കർത്താവിനെ ശാസിക്കുന്നുണ്ട്. ഇതൊന്നും നിനക്ക് ഭവിക്കരുത് എന്ന് പറയുന്നു. 2-ാം പ്രാവശ്യം പറയുമ്പോൾ തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന തർക്കമാണ് അവരുടെ ഇടയിൽ. ഇവിടെ 3-ാം പ്രാവശ്യം പറയുമ്പോഴും ഗുരുവിന്റെ വേദനകളേക്കാൾ അവർക്ക് പ്രധാനം സ്ഥാനമാനങ്ങളും ഭൗതികമായ നേട്ടങ്ങളുമാണ്. ആ വേദനയിലാവാം ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് കർത്താവ് ചോദിക്കുന്നത്. അതിന് കഴിയും എന്നതാണ് അവരുടെ മറുപടി. 1-ാം സ്ഥാനം ലഭിക്കാൻ എന്തിനും അവർ തയ്യാറാണ്. യഹൂദ ജനതയുടെ പ്രതീക്ഷ പോലെ റോമ ഗവൺമെന്റിനോട് എതിർത്ത് പുതിയൊരു രാജ്യം സ്ഥാപിക്കുന്ന യേശു എന്ന നായകനെ ആവാം അവരും മനസ്സിൽ കണ്ടത്. നിന്നോടൊപ്പം മരിക്കാനും തയ്യാറാണെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ തന്റെ ക്രൂശിലെ സഹനത്തെക്കുറിച്ചാണ് സ്നാനം എന്ന് പറഞ്ഞതെന്ന് അവർ മനസ്സിലാക്കിയോ എന്നറിയില്ല. എങ്കിലും അവരതിന് ഒരുക്കമുള്ളവരാകും എന്ന ഉറപ്പാണ് നിശ്ചയമായും നിങ്ങളത് ചെയ്യും എന്ന മറുപടിയിലുള്ളത്. തന്റെ സ്വപ്നങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ അവർ ഗ്രഹിച്ചില്ല എന്ന് വിശുദ്ധ ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും എനിക്കൊരു സ്നാനം ഏൽപ്പാനുണ്ട്, അത് കഴിയുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു എന്ന് നേരത്തെ തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞതാണ് കർത്താവ്. ആ ക്രൂശിലെ സ്നാനം ഏൽക്കാൻ അവർ തയ്യാറായാലും തന്റെ മഹത്വീകരണത്തിൽ ഇടത്തും വലത്തും ഇരിക്കുവാനുള്ള വരം നൽകുന്നത് താനല്ല, പിതാവ് ആർക്കാണോ ഒരുക്കിയിട്ടുള്ളത്. ഇവർക്കുള്ളതിനേക്കാൾ ത്യാഗവും സ്നേഹവും സഹനവും ആരിലാണോ ദർശിക്കുന്നത് അവർക്കായിരിക്കും എന്നത്രേ ഓർമ്മിപ്പിക്കുന്നത്. ഇവരുടെ ആഗ്രഹം കേട്ട മറ്റ് 10 പേരും അവരെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഒരുപക്ഷെ രാജ്യത്വം പ്രാപിച്ചു വരുന്ന യേശുവിനെ ചുറ്റിപ്പറ്റി ചില അധികാരമോഹങ്ങൾ അവർക്കുള്ളിലും ഉണ്ടായിരുന്നിരിക്കാം. ആരാണ് വലിയവനെന്ന തർക്കമൊക്കെ അതിൽ നിന്നും ഉളവായതാകാം. അപ്പോഴാണ് 2 പേർ തങ്ങളെ മാറ്റി നിർത്തി പ്രഥമ സ്ഥാനം കൈക്കലാക്കുവാൻ പോകുന്നത്, അതും ഒരേ വീട്ടിലെ സഹോദരങ്ങൾ. എന്നാൽ ഗുരു അവരുടെ ചിന്തകളെ തിരുത്തുവാൻ ശ്രമിക്കുന്നു. ശുശ്രൂഷക്കാരനും ദാസനുമാകുന്നതിലൂടെ നേടുന്ന മഹത്വമാണ് നിലനിൽക്കുന്നതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി മറുവിലയായി ജീവനെ നൽകുവാനുമാണ് മനുഷ്യപുത്രൻ വന്നതെന്ന് യേശു പറയുന്നു. ഉപദേശം മാത്രം നൽകുന്ന ഗുരുവല്ല കർത്താവ്, മറിച്ച് ദാസനും ശുശ്രൂഷകനുമാകുന്നത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നതിലൂടെ വെളിപ്പെടുത്തിയവനാണ്. ക്രൂശിലൂടെ ജീവനെ മറുവിലയായി നൽകിയവനാണ്. കഷ്ടവും ത്യാഗവും സഹിച്ച് ആ മാതൃക പിൻപറ്റുവാൻ തന്റെ ശിഷ്യന്മാരും പിന്നീട് മനസ്സൊരുക്കമുള്ളവരായി തീർന്നു എന്ന് ചരിത്രം സാക്ഷിക്കുന്നുണ്ട്. ആ ക്രൂശിലെ സ്നാനമേൽക്കാൻ തയ്യാറായതിനാലാണ്
യാക്കോബ് അപ്പോസ്തലൻ വാളിനിരയായത്. യൂദയൊഴികെ 11 ശിഷ്യന്മാരിൽ ആദ്യം കൊല്ലപ്പെട്ടത് യാക്കോബാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായത്തിൽ യാക്കോബിന്റെ മരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും അവസാനം മരിച്ച ശിഷ്യൻ യോഹന്നാനാണ്. സുവിശേഷ നിമിത്തം നാട് കടത്തപ്പെട്ടവൻ, ഉറ്റവരിൽ നിന്നകന്ന് ഏകാന്തതയിൽ കർത്താവിനോട് ചേർന്ന് ജീവിച്ച ശിഷ്യൻ. ഇവിടെ അവരുടെ യാത്ര യെരിഹോവിലെത്തുമ്പോൾ ബർത്തിമായി എന്ന കുരുടനെ കാണുന്നുണ്ട്. സെബദി മക്കളോട് ചോദിച്ച അതേ ചോദ്യമാണ് യേശു അവനോടും ചോദിക്കുന്നത്. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു? സാധാരണമായി ഭിക്ഷക്കാർ പ്രതീക്ഷിക്കുന്ന നാണയത്തുട്ടുകളല്ല അവൻ ആവശ്യം. ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഒരു മാറ്റമാണ്. ശിഷ്യന്മാരെ പോലെ ഭൗതിക നേട്ടങ്ങൾക്കായല്ല അവൻ ആഗ്രഹിച്ചത്. ഒരു ചെറിയ പ്രാർത്ഥനയാണ് അവനുള്ളത്. ഗുരു, എനിക്ക് കാഴ്ച പ്രാപിക്കണം. യേശുവിനോട് ചേർന്ന് നടന്ന ശിഷ്യന്മാരെക്കാൾ, മത നേതാക്കളെക്കാൾ ഉൾക്കാഴ്ച അന്ധനായ ഈ മനുഷ്യനുണ്ടായിരുന്നു എന്ന് കരുതാം. യേശുവെ ദാവീദ് പുത്ര എന്ന് ധൈര്യപൂർവ്വം വിളിക്കാനും തടസ്സങ്ങളെ അതിജീവിച്ച് തന്റെ സുരക്ഷയായ പുതപ്പുപേക്ഷിച്ച് യേശുവിനരികിൽ എത്തുവാനുമുള്ള ദർശനം, ആ ഉറച്ച വിശ്വാസം അവന് സൗഖ്യകാരണമായി. തനിക്കിഷ്ടമുള്ള വഴി തിരഞ്ഞെടുക്കുവാൻ അവകാശമുണ്ടായിട്ടും ഇതുവരെ അന്യമായിരുന്ന കാഴ്ചകൾ ആസ്വദിച്ച് ജീവിക്കാമെന്നിരുന്നിട്ടും ക്രൂശ് മരണത്തിലേക്ക് നടന്നെടുക്കുന്ന യേശുവിനെ അനുഗമിക്കുന്നതിലൂടെ യഥാർത്ഥ ശിഷ്യത്വം എന്തെന്ന് ബർത്തിമായി കാട്ടിത്തരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകളും ആരാധനകളും വിശ്വാസവും നോമ്പുമൊക്കെ മനുഷ്യർക്ക് മുൻപിൽ പ്രദർശിപ്പിക്കുവാനാണോ നാം ശ്രമിക്കുന്നത്? ബർത്തിമായിയെ പോലെ ഉൾക്കാഴ്ചയുള്ളവരായി ക്രിസ്തുവിന്റെ പാതയെ പിൻപറ്റുന്നവരാകാം. യജമാനനാകാനല്ല, ശുശ്രൂഷക്കാരനും ദാസനുമായി ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും ശൂന്യമാക്കലിന്റെയും പാതയിലൂടെ സഞ്ചരിച്ച് ആ ക്രൂശിലെ സ്നാനത്തിൽ നമുക്കും പങ്കാളികളാകാം. റോമാലേഖനം 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നു. അതേ സ്നേഹിതരെ, അത് നമ്മെ മഹത്വത്തിലേക്ക് ഉയർത്തുന്ന സ്നാനമാണ്. നോമ്പിന്റെ ഈ ദിനങ്ങളിൽ ദാസനും ശുശ്രൂഷകനുമാകാൻ നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. പൗലോസ് അപ്പോസ്തലനോട് ചേർന്ന് നമുക്കും പറയാം, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, യഥാർത്ഥ ശിഷ്യത്വം എന്തെന്ന് മനസ്സിലാക്കാതെ സ്വാർത്ഥതയിലും ലോകമോഹങ്ങളിലും ആത്മീയാന്തതയിലും ജീവിച്ചു പോയ കുറവുകളെ ക്ഷമിക്കണമേ. ദാസനും ശുശ്രൂഷക്കാരനും ആകുന്നതിലെ മഹത്വം തിരിച്ചറിയാനുള്ള ഉൾക്കാഴ്ച നൽകണമേ. അവിടുത്തെ പാനപാത്രത്തിലും ക്രൂശിലെ സ്നാനത്തിലും പങ്കുകാരാകുവാൻ ഞങ്ങളെയും ഒരുക്കണമേ. ആമേൻ.